നമസ്കാരം. ഗൾഫ് നാടിനെ നടുക്കി ഒമാനിൽ വൻ വെടിവയ്പ്. പകവീട്ടാൻ തോക്കുമായി ഇറങ്ങി ഒമാൻ പൗരൻ. ചോരക്കളമായി അൽഹൈമ. ഒരാൾക്ക് ദാരുണാന്ത്യം, 2 പേർ മരണത്തോട് മല്ലടിക്കുന്നു. നോർത്ത് ഷർഖിയ പോലീസ് പ്രതിയെ വലയിലാക്കിയത് നിമിഷങ്ങൾക്കുള്ളിൽ. സുരക്ഷിതത്വത്തിന് പേരുകേട്ട ഗൾഫ് രാജ്യമായ ഒമാനിൽ നാടിനെ നടുക്കിയ ദാരുണമായ വെടിവയ്പ് സംഭവം. മുഴൈമി ഗവർണറേറ്റിലെ അൽഹൈമ മേഖലയിലാണ് പ്രവാസികളെയും പ്രാദേശികവാസികളെയും ഒരുപോലെ ഞെട്ടിച്ചുകൊണ്ട് സ്വന്തം നാട്ടുകാർക്ക് നേരെ തോക്കുപയോഗിച്ചുള്ള അതിക്രൂരമായ ആക്രമണം നടന്നത്. സംഭവത്തിൽ ഒരാൾ തൽക്ഷണം കൊല്ലപ്പെടുകയും 2 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. സ്വന്തം നാട്ടുകാരായ 3 ഒമാനി പൗരന്മാർക്ക് നേരെയാണ് ആക്രമി തോക്കെടുത്ത് തുരുതുര വെടിയുതിർത്തതെന്ന് റോയൽ ഒമാൻ പോലീസ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. ശാന്തമായ അന്തരീക്ഷം നിലനിൽക്കുന്ന പ്രദേശത്ത് പെട്ടെന്നുണ്ടായ ഈ രക്തച്ചൊരിച്ചിലിൽ വലിയ രീതിയിലുള്ള ഭീതിയും ആശങ്കയുമാണ് പ്രാദേശിക സമൂഹത്തിൽ സൃഷ്ടിച്ചിരിക്കുന്നത്. വെടിവയ്പ്പിന് ശേഷം സംഭവ സ്ഥലത്തു നിന്നും അതിവേഗം കടന്നു കളയാൻ ശ്രമിച്ച പ്രതിയെ മണിക്കൂറുകൾക്കുള്ളിൽ തന്ത്രപരമായി പിടികൂടാൻ സുരക്ഷാ സേനയ്ക്ക് സാധിച്ചു. നോർത്ത് ഗർഖിയ ഗവർണറേറ്റ് പോലീസ് കമാൻഡിന്റെ സമയോചിതവും കാര്യക്ഷമവുമായ ഇടപെടലിലൂടെയാണ് പ്രതിയായ ഒമാൻ പൗരനെ പോലീസിന് വലയിലാക്കാൻ കഴിഞ്ഞത്. കൃത്യം നടത്തിയ ശേഷം സുരക്ഷിത താവളത്തിലേക്ക് ഒളിച്ചോടാൻ ശ്രമിച്ച പ്രതിയെ കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് സംഘം വളയുകയായിരുന്നു. വലിയ തോതിലുള്ള പോലീസ് സന്നാഹമാണ് ആക്രമണം നടന്ന പ്രദേശത്തും പ്രതിയെ പിടികൂടാനുള്ള തെരച്ചിലിൽ വഴിയിലും സജ്ജീകരിച്ചിരുന്നത്. ആക്രമണത്തിൽ വെടിയേറ്റ് ഗുരുതരമായി പരിക്കേറ്റ മറ്റ് 2 ഒമാനി പൗരന്മാരുടെയും ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുകയാണ്. ശരീരത്തിൽ ആഴത്തിൽ വെടിയേറ്റ ഇരുവരെയും സംഭവ സ്ഥലത്തു നിന്ന് ഉടൻ തന്നെ പോലീസ് ആംബുലൻസിൽ സമീപത്തെ വിദഗ്ധ സൗകര്യങ്ങളുള്ള പ്രമുഖ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നിലവിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിക്കപ്പെട്ടിരിക്കുന്ന ഇവരുടെ ജീവൻ നിലനിർത്താനായി വലിയ പോരാട്ടമാണ് മെഡിക്കൽ സംഘം നടത്തുന്നത്. പരിക്കേറ്റവർ ഇപ്പോഴും അപകടനില തരണം ചെയ്തിട്ടില്ലെന്നാണ് ആശുപത്രി അധികൃതർ നൽകുന്ന പ്രാഥമിക വിവരങ്ങളിൽ നിന്നും മനസ്സിലാവുന്നത്. വ്യക്തിപരമായ വൈരാഗ്യങ്ങളും വർഷങ്ങളായി നിലനിന്നിരുന്ന മുൻവൈരാഗ്യവുമാണ് ഈ ക്രൂരമായ ആക്രമണത്തിലേക്ക് നയിച്ചതെന്നാണ് റോയൽ ഒമാൻ പോലീസിന്റെ പ്രാഥമിക ചോദ്യം ചെയ്യലിലും അന്വേഷണത്തിലും വ്യക്തമായിട്ടുള്ളത്. എന്നാൽ പ്രകോപനത്തിനുള്ള കൃത്യമായ കാരണങ്ങൾ പോലീസ് വിശദമായി പരിശോധിച്ചു വരികയാണ്. ഈ ചോരക്കളിക്ക് പിന്നിൽ പ്രതിക്ക് പുറമെ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്നും ഇയാൾക്ക് തോക്ക് ലഭിച്ചത് എവിടെ നിന്നാണെന്നും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സുരക്ഷാ ഏജൻസികൾ വളരെ ഗൗരവത്തോടെയാണ് അന്വേഷിക്കുന്നത്. കസ്റ്റഡിയിലായ പ്രതിക്കെതിരെയുള്ള നിയമ നടപടികൾ വളരെ വേഗത്തിൽ പൂർത്തിയാക്കി വരികയാണെന്ന് റോയൽ ഒമാൻ പോലീസ് ഔദ്യോഗിക വാർത്താക്കുറിപ്പിലൂടെ ജനങ്ങളെ അറിയിച്ചിട്ടുമുണ്ട്. പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്ത ശേഷം വരും ദിവസങ്ങൾ തന്നെ കേസ് രജിസ്റ്റർ ചെയ്ത് കോടതിയിൽ ഹാജരാക്കാനാണ് പോലീസിന്റെ നീക്കം. കുറ്റവാളികൾക്ക് കടുത്ത ശിക്ഷ ഉറപ്പാക്കുന്ന ഒമാൻ നിയമ സംവിധാനത്തിന് കീഴിൽ പ്രതിക്ക് അർഹമായ ശിക്ഷ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് പ്രദേശവാസികൾ. എന്തായാലും ഒമാൻ അടക്കമുള്ള രാഷ്ട്രങ്ങൾ അത് സുരക്ഷിതത്വത്തിന് വലിയ പേര് കേട്ടതാണ്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് ഒരു ഒമാൻ പൗരൻ തന്നെ, നിയമങ്ങൾ അറിയാവുന്ന വ്യക്തി തന്നെ ഇത്തരത്തിലുള്ളൊരു ആക്രമണത്തിന് മുതിർന്നിരിക്കുന്നത്.